യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാരാകുന്നു നാൾക്കുനാൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖപ്രസാദം നിത്യമവർക്കഹാദം. ദൈവമുഖപ്രസാദം നിത്യമവർക്കഹാദം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, മാനവുമില്ലാതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യനാ. ലോകങ്ങൾ അവസാനിക്കും, കാലവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യനാ. വാട്ടമാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. വാട്ടമാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനമാർഗമാ. സത്യത്തിലതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. അന്ധനു കാഴ്ച നൽകുവാൻ വചനമാർഗമാ. സത്യത്തിലതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയ നിത്യനാശം, കാലിനൊരു പ്രകാശം. ഒഴിയ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാളോ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖപ്രസാദം നിത്യമാവർക്കഹാദം. ദൈവമുഖപ്രസാദം നിത്യമാവർക്കഹാദം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം.
തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഭോഗങ്ങൾ അവസാനിക്കും, വനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യനാ. ഭോഗങ്ങൾ അവസാനിക്കും, വനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യനാ. വാട്ടമാലിന്യം നാശം ഇല്ലാത്തൊരവകാശം, വാട്ടമാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണ, തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണ, തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ക്ഷണിക്കുന്നു. സ്തോത്രം. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ പ്രിയ ഗിർസീൻ പാസ്റ്റർക്കും മറ്റ് കർത്തൃ ശുശ്രൂഷകന്മാർക്കും ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വം വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഞാൻ ചില മിനിറ്റുകൾ വൈകിയാണ് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. ക്ലാസിന്റെ സമയമാകുമ്പോഴേ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. വർഷങ്ങളായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും വീട്ടിലൊരു ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ താഴെ ഒരു ചെറിയ ഹാളുണ്ട്, ആ ഹാളിൽ നടക്കുന്നുണ്ട്. അത് പുറത്തുനിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ വന്നുകൂടുന്ന ഒരു നല്ലൊരു ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ അതിൽ ആയിരുന്നു. സാറിന് 8:30 കഴിഞ്ഞേ തീരാറുള്ളൂ. ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി പോകുന്നതാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രി നമ്മൾ സംസാരിച്ചു തുടങ്ങിയതിനെ തുടർന്ന് കുറച്ച് കാര്യം കൂടി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ചിന്തിക്കാം. ഇന്നലെ സംസാരിച്ചതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. പ്രിയ ദൈവമക്കളെ, ഒരു പ്രിയ സഹോദരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം 2010 ദാറ്റ് മീൻസ് 15 years ബാക്ക്, 2010 ഞാൻ ദുബൈയിൽ ബഥേൽ ചർച്ചിൽ വന്ന്, ബഥേൽ എപ്പിസിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടായിരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞതെന്നും അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാനായി നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യണമെന്നും ഞാൻ നിങ്ങളെ പ്രത്യേകം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. എന്നെ ശ്രദ്ധയിൽ പാർശ്വപ്പെടുത്തിയ ഒരു കാര്യം, ഇന്നലെ ഞാൻ ആത്മാവ്, ദേഹി, ദേഹം ഈ 3 കാര്യങ്ങൾ, മനുഷ്യന്റെ 3 ഘടകങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. വലിയ കാര്യമായിട്ട് വിശദീകരിച്ചില്ല, പറയുകയുണ്ടായി. അത് പറയാനുള്ള കാരണം, ഒന്നാമത് ത്രിയേകത്വം എന്ന് പറയുന്നതിന് ഒരവസരവുമാണ്. തന്നെയല്ല, ഈ നമ്മൾ ചിന്തിക്കുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഈ ദേഹിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും നമ്മളിലെ ഈ 3 ഘടകങ്ങൾ, ആത്മാവ്, ദേഹി, ദേഹം, ഈ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നീതീകരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഉദ്ധാരണമാണ്, ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദേഹിയുടെ വീണ്ടെടുപ്പാണ്. തേജസ്കരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതുപോലെ അപ്പോൾ ദേഹിയെക്കുറിച്ച് ഞാൻ അല്പം കൂടെ വിശദീകരിച്ചു തരണം എന്നാണ് എന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ദേഹിയെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഇനി ശരീരം മണ്ണിൽ നിന്നെടുത്ത് സൃഷ്ടിച്ചു എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. ഇനി ആത്മാവ് ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചതാണെന്നും ഞാൻ നിങ്ങൾ പറയുകയുണ്ടായി. അതായത് സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ആത്മാവിനെ നിർമ്മിച്ചതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അപ്പോൾ മനുഷ്യന്റെ 3 ഘടകങ്ങളും സൃഷ്ടിച്ചു. ഇനിയിപ്പോ ദേഹിയെ കുറിച്ച് ഞാനത് പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയത് തന്നെയല്ല, ദേഹിയെ കുറിച്ച് ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ പറയാൻ ആവശ്യമുണ്ട്. അതും ദേഹിയും സൃഷ്ടിക്കപ്പെട്ടതാണ്. വാക്യം ഒന്ന് വായിച്ചേക്കാമോ? യെശയ്യാവിന്റെ പ്രവചനം 57-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. യെശയ്യാ പ്രവാചന പുസ്തകം അതിന്റെ 57-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സ്തോത്രം. വായിക്കാവുന്ന 57-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ എന്നേക്കും വാദിക്കയില്ല, എല്ലായ്പ്പോഴും കോപിക്കയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള, സ്തോത്രം, ദേഹികളും. അപ്പോൾ ദേഹിയും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ശരീരം മണ്ണിനാൽ കർത്താവ് സൃഷ്ടിച്ചതാണ്. ആത്മാവ് ദൈവത്തിന്റെ ശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇനി ദേഹി, സ്തോത്രം, ദൈവം തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതാണ്. നമ്മള് ഒരു നല്ല പാട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ തിയോളജിക്കലി ഒരു ശകലം കൃത്യത അതിനകത്ത് കുറവുണ്ട്. ഞാൻ ആ പാട്ടുകാരനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പാട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ പാടാറുണ്ട്. ആ പാട്ടിങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നല്ല സൃഷ്ടിച്ചത്, തന്നിൽ നിന്ന് തന്നെയാ സൃഷ്ടിച്ചത്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ റോമാലേഖനം 11-ാം അധ്യായത്തിൽ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. ഈ ഭൂമിയും ദൈവം തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതാ. സകലവും അവനിൽ നിന്നും അവനാലും, സകലത്തിന്റെയും ഉറവിടം കർത്താവ് തന്നെയാണ്. ദൈവത്തിൽ നിന്നാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ മണ്ണിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ മണ്ണ് സൃഷ്ടിച്ചത് ദൈവം തന്നിൽ നിന്ന് തന്നെയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ളത് അത് തീർച്ചയായിട്ടും അത് ദൈവത്തിൽ നിന്ന് തന്നെയുള്ള സൃഷ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പോൾ സകലവും ദൈവത്തിൽ നിന്ന് ദൈവത്താൽ ദൈവത്തിനായി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേഹിയും സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് തൽക്കാലം അത്രയും പറഞ്ഞിട്ട് കർത്താവ് അനുവദിച്ചാൽ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. സ്തോത്രങ്ങൾക്ക് ഞാൻ പറയുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ദയവായി എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണേ, പ്ലീസ്. സ്തോത്രം. അത് നിങ്ങളെ അവകാശമാണെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഒന്നാമത്തത് നീതീകരണമാണ്. രക്ഷയുടെ 1-ാമത്തെ ഘട്ടമായ നീതീകരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ നീതീകരണം പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ്, ദേഹി, ദേഹം, ഈ 3 ഘടകങ്ങളും സജീവമായ നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സജീവമായ നിലയിലായിരുന്നപ്പോൾ മണ്ണിനെ കുറിച്ച് ബോധമുണ്ട്, അവനവനെ കുറിച്ച് ബോധമുണ്ട്, ദൈവത്തെക്കുറിച്ചും ബോധമുണ്ട്. ദൈവ സംസർഗത്തിന് പ്രാപ്തനായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപത്തിന്റെ ഫലമായി മനുഷ്യന്റെ 3 ഘടകങ്ങളിലും ദോഷകരമായ തകരാറുണ്ടായി. ആത്മാവിന് എന്ത് സംഭവിച്ചു? ആത്മാവ് നിർജീവമായി പോയി, ചൈതന്യരഹിതമായി പോയി.
ദേഹിക്ക് എന്ത് സംഭവിച്ചു? ദേഹി വഷളായി, ബിക്കെയിം കറപ്റ്റ്, വഷളായി. ദേഹത്തിന് എന്ത് സംഭവിച്ചു? ദേഹം ബലഹീനമായി. നമുക്ക് അറിയാവുന്ന ദേഹമായതുകൊണ്ട് അവിടെ മുതൽ തിരിച്ചത് പറഞ്ഞു നോക്കാം. ദേഹം ബലഹീനമായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് വേറെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു. മനുഷ്യനെ തേജസ് വസ്ത്രമായി ചുറ്റിയിരിക്കുകയായിരുന്നു. 104-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നീ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ദൈവം പ്രകാശം വസ്ത്രമായി അണിഞ്ഞിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് തേജോമയനായ ദൈവമെന്നാണല്ലോ അബ്രഹാം പ്രത്യക്ഷനായ ദൈവത്തെ കുറിച്ച് പറയുന്നത്, തേജോമയനായ ദൈവം. അപ്പോൾ വലിയൊരു പ്രകാശധോരയിൽ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വെളിച്ചം, സ്തോത്രം. ദൈവം പ്രകാശത്തിൽ വസിക്കുന്നവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അപ്പോൾ കൂരിരുൾ വസിക്കുന്നവൻ എന്നുകൊണ്ട്, അപ്പോൾ വലിയ പ്രകാശം എന്ന് പറയുന്നത് കൂരിരുളാണെന്നാ പറയുന്നത്. നമ്മുടെ കണ്ണിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടിയ വെളിച്ചം വന്നാൽ നമുക്ക് പിന്നെ നമ്മൾ ഇരുട്ടാ. നമ്മുടെ കണ്ണിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ദ കോസ്മിക് മ്യൂസിക് എന്ന് പറയുന്നുണ്ടെന്നാ പറയുന്നത്. ഈ ഇത്രയും ഗോളങ്ങളെല്ലാം ഇവിടെ പോകുമ്പോ വലിയ ഗംഭീര ധ്വനി ഇവിടെ ഉണ്ടെന്നാ. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടിയ ഒരു വോളിയൂമിലുള്ള ശബ്ദമായിരിക്കാം അതെന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഫിസിസിസ്റ്റ് മീൻസ് ഭൗമശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മീഡിയത്തിന്റെ ആളുകളാണ്. നമുക്ക് തീരെ ശബ്ദം കുറഞ്ഞാൽ നമുക്ക് കേൾക്കത്തില്ല. ഒത്തിരി കൂടിയാൽ നമ്മുടെ ചെവി എന്തുവരും? കൊട്ടി അടച്ചു പോകും, സ്വിച്ച് ഓഫ് ചെയ്യും, ഫ്യൂസ് പോകുന്നവരായി പോകും. നമ്മുടെ കണ്ണും അതുപോലെയാ. തീരെ വെളിച്ചം കുറവാണ്, പൂച്ചയുടെ കണ്ണ് കാണുന്ന അത്രയും നമുക്ക് കാണത്തില്ല. എന്നാൽ ഒത്തിരി വെളിച്ചമാണെങ്കിലും നമ്മുടെ കണ്ണങ്ങ് ഫ്യൂസ് ആയതുപോലെ ആയിപ്പോവും, കണ്ണഞ്ചിപ്പോവും. അപ്പൊ നോക്കണേ, അപ്പോൾ പിന്നെ നമ്മൾ മീഡിയത്തിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂരിരുളിൽ വസിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം പ്രകാശം വസ്ത്രമായി അണിഞ്ഞവനാണ്. അതേ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം, ഈ 4 ദൈവിക ഗുണങ്ങൾ ഉള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തേജസ് ഉള്ളവനായിട്ടാണ്. അതുകൊണ്ട് വേറെ വസ്ത്രം വേണ്ടായിരുന്നു. മനുഷ്യനെ തേജസ് ചുറ്റിയിരുന്നു. ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഫിലമെന്റ് നമുക്ക് കാണാൻ മേല. ബൾബ് ഓഫ് ചെയ്യുമ്പോൾ ആ ഫിലമെന്റ് കാണാൻ കഴിയും. ഇതുപോലെയാണ് പ്രകാശം വസ്ത്രമായി ധരിച്ചിരുന്നപ്പോൾ മനുഷ്യന് വേറെ വസ്ത്രത്തിന്റെ ആവശ്യമില്ല, അത് വസ്ത്രമായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ പ്രകാശം നഷ്ടപ്പെട്ടു. അതാണ് ഒരു വ്യത്യാസവുമില്ല. ഒരു പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവനായി. ആദ്യം പ്രകടമായി മനുഷ്യനിൽ ഉണ്ടായ അധപ്പതനം എന്ന് പറയുന്നത് അവനെ ചുറ്റിയിരുന്ന തേജസ് അവന് നഷ്ടമായി പോയി എന്നുള്ളതാണ്. ആ തേജസ് നഷ്ടമായപ്പോൾ നഗ്നനെന്ന് കണ്ടിട്ട് അവൻ അത്തിയില കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്, നാണം മറയ്ക്കാനായിട്ട്. അതാണ് പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കൈയട പ്രവൃത്തി കൊണ്ട് അധ്വാനം അവിടെ തുടങ്ങിയതാണ്. നോക്കണേ, ഇന്നും ജനകോടികൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കൈയട പ്രവൃത്തി കൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. പക്ഷേ അതിന് സാധിക്കാതെ, ദൈവമുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ അവർ പിന്നെയും ആത്മീയമായി നഗ്നരായി കഴിയുന്ന വല്ലാത്ത ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരീരം ബലഹീനമായി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വെളിപ്പെട്ടു. അതാണ് റോമാലേഖനം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. നോക്കണേ,
പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് കർത്താവ്, പാപജഡത്തിലല്ല. എന്ന് പറഞ്ഞാൽ പാപം മനുഷ്യന്റെ ശരീരമണ്ഡലത്തിൽ വരുത്തിയ സകലവിധ പരിമിതികൾക്കും സ്വമേധയാ വിധേയപ്പെട്ട് കർത്താവ് ഇവിടെ വരികയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് വിശന്നത്, ദാഹിച്ചത്, ക്ഷീണമുണ്ടായത്. അടുത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്, രോഗം ശീലിച്ചവനായിരുന്നു. കർത്താവ് വലിയ ഫൈൽമാനായിട്ടൊന്നും അല്ല വന്നത്. കർത്താവ് ക്ഷീണമുള്ള ശരീരത്തിലാണ് കർത്താവ് വന്നത്. ആ കാൽ നടന്ന് ക്ഷീണിച്ചു എന്ന തൻ്റെ ശിഷ്യന്മാരെക്കാൾ ശരീരത്തിൽ അവിടുന്ന് ക്ഷീണിതനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ അവര് ശമരിയ പട്ടണത്തിൽ വന്നപ്പോൾ കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ച് ആ ഉറവെങ്കിൽ ഇരുന്നു. ശിഷ്യന്മാര് പിന്നെയും പോയി പട്ടണത്തിൽ പോയി ഭക്ഷണം കൊള്ളാൻ പോയി. നോക്കണേ, അപ്പോൾ കർത്താവ് ക്ഷീണിക്കുന്നവരാ. അപ്പോൾ താൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നത് കൊണ്ടാണ് അവിടുത്തെ വസ്ത്രം ധരിച്ചത്. എന്നാൽ നോക്കണേ, സ്തോത്രം, ഒരു സന്ദർഭത്തിൽ മറുരൂപമലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തേജസ്സിൽ ഒന്ന് വെളിപ്പെട്ടു. അവന്റെ ആളത്വത്തിൽ നിന്നും പ്രസരിച്ച ദൈവ തേജസ് വസ്ത്രം പോലെ അവനെ അങ്ങ് ചുഴന്നു നിന്നു. അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലെല്ലാം അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വെളിച്ചം പോലെ വെണ്മയായ ശരീരം, സ്തോത്രം, വസ്ത്രം, പ്രകാശം വസ്ത്രം പോലെ എൻ്റെ കർത്താവിനെ ചുഴന്ന് നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നോക്കണേ, സ്തോത്രം. മുമ്പോട്ട് പോയിക്കോട്ടെ. അവന്റെ വസ്ത്രം പിന്നെ കാണാൻ മേല, വസ്ത്രം അതിനകത്ത് അങ്ങ് അലിഞ്ഞുപോയി. പണ്ട് മോശ പർവ്വതത്തിൽ ആയിരുന്നപ്പോൾ 40 രാവും 40 പോലും ദൈവസാന്നിധ്യത്തിലായിരുന്നപ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക ഒന്ന് മിനുങ്ങിയപ്പോൾ താഴെ വന്നപ്പോൾ ആൾക്ക് നോക്കാൻ മേല, കണ്ണൻ ചെന്നു എന്ന് പറഞ്ഞു. കണ്ണൻ ചെന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂടുപടം എടുത്ത് മോശ അങ്ങ് മുഖത്ത് മൂടി. ആ മൂടുപടത്തെ തുളച്ചു വരാനുള്ള ശേഷി ആ പ്രകാശത്തിന് ഇല്ലായിരുന്നു. കാര്യം അതൊരു പ്രതിഫലനം മാത്രമായിരുന്നു, അതൊരു പ്രതിഫലനമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആ പ്രകാശം കുറഞ്ഞേയിരുന്നു. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ കാണാതിരിക്കേണ്ടതിന് മോശ മുഖത്ത് മൂടുപടമിട്ടതുപോലെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന അന്തം, മോശയുടെ മുഖ തേജസ് കാലം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ തേജസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യം തേജസ് ആളുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ തേജസ്സിനെ നിയന്ത്രിക്കാനായിട്ടാണ് മോശ മുഖത്ത് മൂടുപടമിട്ടത്. എന്നാൽ ഈ തേജസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു, കുറഞ്ഞുകൊണ്ട് പോയി. ആ നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ കാണാതിരിക്കേണ്ടതിന് മോശ തൻ്റെ മുഖത്ത് പിന്നെയും മൂടുപടം ഇട്ടിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കാര്യം അതിനെക്കുറിച്ച് താൽമൂദിൽ പറഞ്ഞിട്ടുണ്ട്. മോശ പിന്നെയും മൂടുപടം ഇട്ടുകൊണ്ടിരുന്നു. സ്തോത്രം, മൂടുപടം ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. കണ്ടോ? നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ കാണാതിരിക്കേണ്ടതിന്. അപ്പൊ മോശ പിന്നെയും മുഖത്ത് മൂടുപടം ഇട്ടുകൊണ്ടത്. എന്തിനാ ഇപ്പൊ മൂടുപടം ഇടുന്നത്? അതെ, തേജസ് ഒട്ടുമില്ലാതാകുന്നത് ആരും കാണണ്ട, അതിനുവേണ്ടിയായിരുന്നു പിന്നെ തേജസ്സിട്ട് പിന്നെ മൂടുപടം ഇട്ടത്. എന്നാൽ പ്രിയപ്പെട്ട, ഇവിടെയാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന നിത്യ തേജസ്സാ. കേട്ടോ, നിത്യ തേജസ്സ, കർത്താവിന്റെ അതേ തേജസ്സ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. നമ്മുടെ തേജസ് മങ്ങിപ്പോകുന്നതല്ല, നിത്യ തേജസ്സാണ് നമ്മൾ. കർത്താവ് അനുവദിച്ചാൽ തേജസ്കരണം എന്നുള്ളതിനകത്ത് നമുക്ക് പിന്നെ അത് കൂടുതൽ ചിന്തിക്കാം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ശരീരത്തിനുണ്ടായ അധപ്പതനം, തേജസ് നഷ്ടപ്പെട്ടു, ബലഹീനരായി. ഒരുത്തന് 6 അടി, വേറൊരുത്തന് 6.25 അടി, വേറൊരുത്തന് 6.5 അടി, ചിലർക്ക് 7 അടിയുള്ള ഒരാളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. പിന്നെ ഒരുത്തന് 5.5 അടി, ഒരുത്തന് 5.25 അടി, ഒരുത്തന് 5 അടി, ഒരുത്തൻ മഞ്ഞളിച്ചു, ഒരുത്തൻ വിളറി, ഒരുത്തൻ കറുത്തു എന്ന് വേണ്ട, പല്ല് മുന്തി, എല്ല് മുന്തി, നമ്മൾ രോഗാതുരരായി, ക്ഷീണവും തളർച്ചയും ഒക്കെ ഉള്ളവരായി നമ്മൾ ഇങ്ങനെയൊക്കെ ആയി.
നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബലഹീനരായി. അതുകൊണ്ടാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴും എല്ലാവരെയും ചുറ്റുന്ന ഒരു തേജസ് ഉണ്ടെന്ന, അതാണ് ഹെയിലോ എന്ന് പറയും. ഓറേഗായോണിസം എന്ന ഒരു ഫിലോസഫിക്കൽ ഐഡിയ ഉണ്ട്. ഓറേഗായോണിസം, ഓറ എന്ന് പറഞ്ഞ ഓറ എന്ന് പറഞ്ഞാൽ മീൻസ് ഈ പുണ്യവാന്മാരെന്ന് വിചാരിക്കുന്ന വലിയ പുണ്യാളന്മാരെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ പടം വരയ്ക്കുമ്പോൾ അവിടെ തലയുടെ ചുറ്റും ഒരു പ്രകാശ വലയം, ഓറ, അതാ പരിവേഷം എന്ന് പറയും. അത് ഈ പുണ്യവാന്മാരെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാരെയും ചുറ്റുന്ന മങ്ങിയ പ്രകാശമുണ്ടെന്നാ പറയുന്നത്. എല്ലാരെയും ചുറ്റുന്ന മങ്ങിയ പ്രകാശമുണ്ട്. ആ അതിസൂക്ഷ്മമായ ക്യാമറ കൊണ്ട് ഈ ഓറയുടെ പടം എടുക്കാമെന്നാ പറയുന്നത്. അപ്പോൾ ശരീരത്തിലുണ്ടായത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, സമയം പോകുമല്ലോ. അപ്പോൾ ശരീരം ബലഹീനമായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദേഹി വഷളായി. സ്വയബോധത്തിന്റെ ഘടകമല്ലേ ദേഹി. ഞാൻ, എനിക്ക്, എന്റേത്. മനുഷ്യൻ പറയുന്നത് ഞാൻ ആരാ നിനക്കറിയാം? എന്റെ ദൈവമേ, ഞാൻ ആരാ? ഒരു ജാതേ ഉള്ളൂ. പക്ഷെ ഇവനെ അഹങ്കാരം കണ്ടില്ലേ? ഞാൻ, എനിക്ക്, എല്ലാം എനിക്ക്, ദൈവം പോലും എനിക്ക് വേണ്ടി ദൈവം എന്നല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ വലുതാരാ? ഞാനാണെന്ന് ദൈവമാണോ? ഞാനല്ലേ. എനിക്ക് വേണ്ടി ദൈവം. തിരിച്ചിടണം. ദൈവത്തിന് വേണ്ടി അടിയാനെന്ന് പറയണം. അപ്പൊ ദൈവം പോലും എനിക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുടെ അവസ്ഥയിലേക്ക് ദേഹി അങ്ങ് വഷളായി. ഞാൻ ആരാണ് എന്നുള്ള ഉത്ബോധമില്ലാതായി. നോക്കണേ, മനുഷ്യൻ ദോഷിയായി. അവിടെയാണ് ദേഹിയിലാണ് തിന്മ, ദേഹിയിലാണ് പാപം പ്രധാനമായും ഇന്ന് കുടികൊള്ളുന്നത്. ആത്മാവിന് എന്ത് പറ്റിയെന്ന് അറിയാമോ? ആത്മാവ് നിർജീവമായി പോയി, ചൈതന്യരഹിതമായി ചത്തുപോയി എന്ന് പറയാം. അതാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. മരണമെന്ന് പറഞ്ഞാൽ വേർപാടാണ്, ദൈവത്തിൽ നിന്നുള്ള വേർപാട്. അതാണ് ആത്മിക മരണം. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ, നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു, മത്തായി 8:22, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അതെങ്ങനെ ഒക്കുന്നത്? ഇപ്പൊ ചത്ത ശവം കുഴിച്ചിട, നേരത്തെ ചത്തുപോയ കാർന്നോന്മാർക്ക് തിരിച്ചു വരാൻ ഒക്കൂല. പിന്നെന്താ അത്? ആത്മീയമായി മരിച്ചിരിക്കുന്നവർ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നവർ ശാരീരികമായി മരിച്ച ശവങ്ങൾ കൊണ്ട് കുഴിച്ചിടട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ആത്മീയമായി മരിച്ചവർ. അപ്പോൾ ആത്മീയ മരണം, അതാണ് സ്തോത്രം, ആത്മാവിൽ നിർജീവാവസ്ഥയുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്നത്. പരിശുദ്ധ ദൈവത്തോടുള്ള സംസർഗം. കാര്യം ദൈവവുമായി ബന്ധം പുലർത്തുന്നല്ലേ ആത്മാവ്. ആ ആത്മാവ് നിർജീവമായി പോയി, ചൈതന്യരഹിതമായി പോയി. ആത്മാവ് നിർജീവമായി പോയത് കൊണ്ട് സ്തോത്രം, മനുഷ്യനിൽ ചൈതന്യമില്ല, ദൈവ സംസർഗമില്ല, ബന്ധമില്ല, അതിക്രമങ്ങളിൽ പാപങ്ങളിൽ മരിച്ചുപോയി. ഈ 3 അവസ്ഥയ്ക്കുമുണ്ടായ അധപ്പതനം ഇതാണ്. അപ്പോൾ ആത്മാവിൽ നിർജീവമായി പോയ അവസ്ഥ, ആത്മാവ് ചൈതന്യരഹിതമായി പോയ ആ അവസ്ഥയിൽ നിന്നാണ് നാം ഉദ്ധരിക്കപ്പെടേണ്ടത്. ആത്മാവിൽ നിർജീവമായി പോയ ആ അവസ്ഥയുടെ ഫലമായി നാം പാപത്തിൽ മുഴുകി. പാപമെന്ന് പറയുന്ന ആന്തരികമായുള്ള അധപ്പതിച്ച അവസ്ഥയാണ്. അത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, അത് അവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, സകലവും സൃഷ്ടിച്ച ദൈവമല്ലേ? അതെ, സകലവും സൃഷ്ടിച്ച. അപ്പം പാപവും സൃഷ്ടിച്ചത് ദൈവമല്ലേ എന്ന് ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. സൗരങ്ങളെ, പാപം ഒരു സൃഷ്ടിയല്ല. സൃഷ്ടിയുടെ അധപ്പതിച്ച അവസ്ഥയാണ് പാപം. പാപം സൃഷ്ടിയല്ല. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഉള്ള, സ്വയമായി നിലനിൽക്കാൻ കഴിയുന്ന, തന്നെത്താൻ നിൽക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ പാപത്തിന് തന്നെ ഒരു നിലനിൽപ്പില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു ഫാൻ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് കിടകിടാന്നൊരു ശബ്ദം കേൾക്കുന്നു എന്ന് വിചാരിക്കുക.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ബെയറിങ് ഇളകി. നമ്മൾ പറയും ഫാൻ കേടായി എന്ന് പറയും. ആ കേട് എന്ന അവസ്ഥയ്ക്ക് ആ ഉപകരണത്തിൽ നിന്ന് സ്വതന്ത്രമായി മാറി നിൽക്കാൻ കഴിയുമോ? മാറി നിൽക്കാൻ കഴിയില്ല. നോക്കണേ, അത് ആ ഉപകരണത്തിന്റെ തകരാറിലായ അവസ്ഥയാണ് അത് കേട്. ഇതുപോലെ പാപം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയല്ല, അതിന് തനിയെ മാറി നിൽക്കാൻ കഴിയുകയില്ല. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ അധപ്പതിച്ച അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. മനുഷ്യന്റെ അധപ്പതിച്ച അവസ്ഥയാണ് പാപം. നമ്മൾ പാപത്തിലായി, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി, ലക്ഷ്യം തെറ്റിപ്പോയി. ദൈവം നമ്മെ അവിടുത്തേക്കായി സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവം എനിക്കാണെന്ന് പറയാ, ഞാനാന്ന് പറയാ, എനിക്കാന്ന് പറയാ, ഞാനായി കേമൻ. അതാണ് അധപ്പതിച്ച അവസ്ഥ, തേജസ് നഷ്ടപ്പെട്ട അവസ്ഥ. മാത്രമല്ല, നീതിമാനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കുറ്റക്കാരായി. ഈ അധപ്പതിച്ച അവസ്ഥയോടുകൂടെയാണ് ഒരു കുഞ്ഞ് ഇവിടെ ജനിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിവിടെ ജനിക്കുന്നതും ഈ അധപ്പതിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതിന്റെ അർത്ഥം ആ കുഞ്ഞ് ജനിക്കുവാൻ കാരണമായ ആ ഭാര്യാഭർത്തൃ ബന്ധം പാപമെന്നല്ല, പാപ പങ്കിലമായ ഒരു ബന്ധത്തിൽ താൻ ഉരുവായി എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ സ്തോത്രം, പാപപ്രകൃതമുള്ളവനായി അവൻ ജനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം വിശുദ്ധ വിവാഹമാണ്, വിവാഹം വിശുദ്ധമാണ്. ഒരുവന് ഒരുവൾ, ഒരുവൾക്ക് ഒരുവൻ എന്നുള്ള ദൈവ നിയമിതമാണ്. നോക്കണേ, നിഷ്കന്മഷ യുഗത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്നുള്ളത്. അതുകൊണ്ട് സ്തോത്രം, നന്ദിയോടും പ്രാർത്ഥനയോടും സ്തോത്രം സന്തോഷത്തോടും കൂടി വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഭാര്യാഭർത്തൃ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. സ്തോത്രം, ശ്രദ്ധിക്കണേ. അപ്പോൾ പാപത്തിൽ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ പാപപ്രകൃതമുള്ളവരായി ഞാൻ ഉരുവായി എന്നാണ് അതിന്റെ അർത്ഥം. ജന്മപാപം എന്നൊരു പറച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ജന്മപാപം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ജനിക്കുവാൻ ഇടയായ ശാരീരിക ബന്ധം പാപമാണെന്നല്ല അതിന്റെ അർത്ഥം. ജന്മപാപം എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ എന്നിൽ കുടികൊള്ളുന്ന പാപാവസ്ഥ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ജന്മപാപം. നോക്കണേ, സ്തോത്രം, ഈ മാമോദിസ മുക്കുന്നത് ജന്മപാപം മാറാനാണെന്നൊക്കെ പറയുന്നത് ചിലത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജന്മപാപം എന്നുള്ള തെറ്റായി ധരിക്കരുത് സൗരങ്ങളെ. സ്തോത്രം, ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ, എന്തിന് പെന്തക്കോസ് ഗ്രൂപ്പിൽ തന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത് നിലവാരം കുറഞ്ഞതും പാപമാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ചില ഹ്രസ്വദൃഷ്ടിക്കാരായ ആളുകളെ കണ്ടിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമില്ലെന്ന് വിചാരിക്കട്ടെ. വിശീകരണം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരികയും ചെയ്യാം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. പ്രിയ ദൈവമക്കളെ, അപ്പോൾ പാപം എന്ന് പറയുന്നത് ഈ അവസ്ഥയാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. സ്തോത്രം, പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്നെ കുറിച്ച് ഓർത്താൽ അയ്യോ, ഞാനങ്ങ് പറഞ്ഞു പോയി, പറയണ്ടായിരുന്നു, ഞാനങ്ങ് പറഞ്ഞു പോയി, എന്ത് ചെയ്യാൻ? എനിക്ക് എന്നെ കുറിച്ച് അപകർഷതാബോധം തോന്നി എത്രയോ അവസരങ്ങൾ. എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ആ നിലവാരത്തോട് എനിക്ക് ഉയർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് പാപം. ഈ പാപം ആന്തരിക അവസ്ഥയായിരിക്കുന്നത് പ്രവർത്തികളിൽ തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ പാപത്തോട് പാപം കൂട്ടി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു, ദൈവ സംസർഗം അനുഭവിക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ കുറ്റക്കാരനും ശിക്ഷായോഗ്യനുമായി. സ്തോത്രം, ആ പാപാവസ്ഥയിൽ നിന്ന് നമുക്ക് ഉദ്ധാരണമുണ്ടാകണം, നമുക്ക് വീണ്ടെടുപ്പുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതാണ് നീതീകരണം. ദൈവം നമ്മുടെ പാപം എഴുതിത്തള്ളുകയല്ല. ഇവിടെ പാപം, ഇവിടെ അറിയാലോ, കാടകം എഴുതിത്തള്ളു. ഇപ്പം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉള്ള ആളുകളുടെ പ്രകൃതി ദുരന്തം ഉണ്ടായി.
അവർ പല ബാങ്കുകളിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ലോണൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ അവർ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് അത് തിരിച്ചടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചാണ് അവർ ലോൺ എടുത്തത്. ലോൺ എടുത്ത് പണിത വീട് വെള്ളം ഒഴുക്കി കൊണ്ടുപോയി. കൃഷിഭൂമി മുഴുവൻ അങ്ങ് ഒലിച്ചു പോയി. ഇപ്പൊ പാറയിൽ നിൽപ്പുള്ള അവിടെ. ഇനി എങ്ങനെ അടയ്ക്കും? അതുകൊണ്ടാണ് പറയുന്നത് അത് എഴുതിത്തള്ളണമെന്ന്. എന്ന് പറഞ്ഞാൽ എഴുതിത്തള്ളണം എന്ന് പറയുമ്പം ബാങ്ക് ആ നഷ്ടം സഹിക്കുക. അത് എഴുതിത്തള്ളണമെന്ന് സർക്കാർ പറഞ്ഞാൽ ബാങ്കുകാർ പറയുന്നു അവർക്ക് കുറഞ്ഞ പക്ഷം മുതലെങ്കിലും സർക്കാർ അവർക്ക് കൊടുക്കണമെന്നൊക്കെ പറയും. അപ്പൊ നോക്കണേ, അപ്പൊ എഴുതിത്തള്ളുക, ആ എഴുതിത്തള്ളുകയല്ല ദൈവം നമ്മുടെ പാപം, അതാണ് ന്യായീകരിക്കുന്നത്. ദൈവം എന്റെ മോനെ തോമസ്, ഞാൻ അവനോട് ക്ഷമിച്ചേക്കാം. അങ്ങനല്ല, ദൈവം നമ്മളെ നീതീകരിക്കുകയാണ്. നീതീകരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇത് രക്ഷയുടെ ഒന്നാം ഘട്ടമാണ്. ഈ രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ സ്തോത്രം, യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ കുറ്റം തന്റെ മേൽ ഏറ്റെടുത്തു. സ്തോത്രം. നമ്മൾ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ, പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കുറ്റം ചുമന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് നമ്മുടെ പാപത്തിന്റെ കുറ്റം ചുമന്നു. അപ്പോൾ സകല മനുഷ്യവർഗത്തിനെ പാപം ചുമക്കുമ്പോൾ കർത്താവ് ഭാവിയായില്ലേ എന്നൊക്കെ ചില ചോദിക്കാറുണ്ട്. എന്റെ പൊന്നുതോരങ്ങളെ, പാപത്തിന്റെ കുറ്റം ചുമക്കുക, പാപത്തിന്റെ കുറ്റം ചുമക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞ് +2 പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. അവരിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടേണ്ട റിസൾട്ട് എത്ര ശ്രമിച്ചിട്ടും അവന് കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം ചെയ്ത്, പിന്നെ 2ാമത് 3ാം അവനെ കണ്ട അരിശമാണ്. അരിശം വന്നിട്ട് അവന്റെ കയ്യിലിരുന്ന് ആ ഉപകരണം എടുത്ത് തറലോട്ട് ഒറ്റ ഏറ് കൊടുത്തു. എറിഞ്ഞങ്ങുടച്ചു. പെട്ടെന്ന് സാർ ഓടി വന്നു. എന്തുവാടാ കാണിച്ചത്? അരിശം വന്നു. ശരി, അവനെ പിടിച്ചോണ്ട് ഹെഡ് മാസ്റ്റർ അടുത്ത് പോയി. ഹെഡ് മാസ്റ്റർ അവനെ ചോദ്യം ചെയ്തു. അവന്റെ അപ്പനെ അറിയിച്ചു. അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അപ്പൻ വന്നു. അപ്പൻ വന്നിട്ട് അപ്പൻ പറഞ്ഞു, അയ്യോ സാർ ക്ഷമിക്കണം, ത്വത്തിൽ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ അവനെ ഇവിടെ പഠിപ്പിക്കാനൊക്കെ അല്ല, പ്ലീസ് അങ്ങനെ പറയരുത്, കുഞ്ഞോട് ദയവ് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നഷ്ടം 25,000 രൂപ വിലയുള്ളതാ ഉപകരണം. ഇങ്ങനെ ഓരോ പിള്ളേരെ കൊണ്ട് കാണിച്ചാൽ നമ്മൾ പിന്നെ ഇവിടെ കാശുണ്ടാക്കും. സാർ, ഞാൻ ആ കുറ്റം വെക്കുന്നു, ഞാൻ ആ പണം അത്രയും തരാം, ഞാൻ ആ കുറ്റം വെക്കുന്നു. നോക്കണേ, ഞാൻ ആ കുറ്റം ഏൽക്കുന്നു എന്ന് പറഞ്ഞ് 25,000 രൂപയും കൊടുത്ത്, നോക്കണേ, അത് പരിഹാരം വരുത്തുമ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇതുപോലെ പക്ഷെ അപ്പൻ ഉപകരണം എറിഞ്ഞുടച്ചില്ല. അപ്പൻ മകൻ ചെയ്ത തെറ്റിന്റെ കുറ്റം അപ്പനേക്കുകയാണ്. മകൻ ചെയ്ത തെറ്റിന്റെ കുറ്റം അപ്പനേക്കുകയാണ്. അപ്പൻ കുറ്റം ചെയ്തില്ല, കുറ്റമേക്കുകയാണ്. തെറ്റ് ചെയ്തില്ല, തെറ്റിന്റെ കുറ്റമേക്കുക. ഇതുപോലെയാണ് ആദാമ്യവർഗത്തിന്റെ മുഴുവന്റെയും പാപത്തിന്റെ കുറ്റം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മേൽ ഏറ്റെടുത്തു. അതാണ് ഗെത്സമനയിൽ സംഭവിച്ചത്. ഗെത്സമനയിൽ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പലരും തെറ്റായി ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം, അങ്ങനെ പ്രസംഗിക്കുന്ന പോലും ഞാൻ കേട്ടിട്ടുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാൽവറിയിലെ ക്രൂശുമരണം മാറിപ്പോകാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവ് പ്രാർത്ഥിച്ചത്, സ്തോത്രം, പാപത്തിന്റെ കുറ്റം ഏറ്റെടുക്കുന്ന രംഗം വന്നപ്പോൾ ആ പാപത്തിന്റെ കുറ്റം ഏറ്റെടുക്കുന്നതിൽ തന്നെ ഒഴിവാക്കാനാവുമോ എന്നാണ് ചോദിച്ചത്. ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇവിടെ കർത്താവ് ഇവിടെ വന്നത് മരിക്കാനാ. കർത്താവ് യാഗം മൃഗമായി വന്നു എന്ന് തെളിയിക്കാനാണ് മൃഗശാലയിൽ പിറന്നത്. നോക്കണേ, സ്തോത്രം, ബേത്ലഹേമിലെ വഴിവെക്കുള്ള ഒരു ഗുഹയിലാണ് മറിയ പ്രസവിച്ചതെന്നാണ് ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത്. എന്നിട്ട്
പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തുകയായിരുന്നു. പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അപ്പോൾ ഒരർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, മൃഗശാലയിൽ വന്ന് പിറന്നു. കർത്താവ് മൃഗശാലയിൽ വന്ന് പിറന്നത് യാഗമൃഗമായി കർത്താവിടെ വന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ്. കർത്താവ് മൃഗശാലയിൽ പിറന്നു. അപ്പം മുതലേ കർത്താവ് ക്രൂശീകരണത്തിനായി ഒരുങ്ങുകയായിരുന്നു. ആട്ടിടയന്മാരോട് ദൂതന്മാര് പറഞ്ഞല്ലോ, നിങ്ങൾ ചെന്ന് പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ കാണാൻ പറഞ്ഞു. സൗരങ്ങളെ, അത് സാധാരണ ഇടയന്മാരൊന്നും ആയിരുന്നില്ല. പറയാം, അതായത് പിൽക്കാലത്ത് ശലോമോന്റെ വാഴ്ചയുടെ പിൽക്കാലത്ത് രാജ്യം രണ്ടായി പിരിഞ്ഞു. വടക്കൻ രാജ്യമെന്നും തെക്കൻ രാജ്യമെന്നും 10 ഗോത്രവും 2 ഗോത്രവുമായിട്ട് പിരിഞ്ഞു. പിരിഞ്ഞ് കൃത്യമായി പറഞ്ഞ 9 2 എന്ന് പറയാം. പിരിഞ്ഞു. ഈ തെക്കൻ ഭാഗമായ യഹൂദ്യയിലാണ് യെരുശലേമിലാണ് ദൈവാലയം. വലിയ രാജ്യം വടക്കൻ രാജ്യമാണ്. ഇന്ന് ശമരിയായും ഗലീലയും കൂടെ കൂടി അത്രയും ഭാഗം വരും. അവിടെയാണ് 10 ഗോത്രങ്ങൾ. അങ്ങനെ ഈ വലിയ രാജ്യത്ത് നിന്ന് സ്ഥിരമായി ആളുകൾ ദൈവാലയത്തിൽ വരാറില്ല. അവർ ഉത്സവങ്ങളിലൊക്കെ വരാറുള്ളൂ. ഉത്സവങ്ങളിലൊക്കെ അവർ വരും. എന്നാൽ നോക്കണേ, ഇവിടെ പ്രഭാതയാഗവും സന്ധ്യായാഗവും മുടങ്ങാതെ നടക്കണം. അങ്ങനെ പ്രഭാതയാഗവും സന്ധ്യായാഗവും മുടങ്ങാതെ നടക്കുന്നതിന് യാഗമൃഗം വരുന്നതിന് വിഘ്നമുണ്ടായി പിൽക്കാലത്ത്. കാരണം പെരുന്നാളുകളിലൊക്കെ സമയങ്ങളിൽ ധാരാളം ആടുകൾ വരുമെങ്കിലും യാഗമൃഗങ്ങൾ വരുമെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നതിന് വിഘ്നമുണ്ടായപ്പോൾ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും കൂടെ കൂടി അവരൊരു കാര്യം തീരുമാനിച്ചു. അവർ തീരുമാനിച്ചത്, പുരോഹിതന്മാർക്ക് പാർക്കാൻ കൊടുത്തിരിക്കുന്ന പട്ടണങ്ങളുണ്ടല്ലോ, ആ പട്ടണങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഇടയന്മാരെ ആക്കുക. അത് യെരുശലേം നഗരത്തിന് സമീപത്തുള്ള മറ്റ് നഗരങ്ങളുടെ പ്രാന്തപ്രദേശത്തുള്ള പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് ഇടയന്മാരെ ആക്കി അവരാ പുൽപ്പുറങ്ങളിൽ ഈ മൃഗങ്ങളെ ആടുകളെ വളർത്തട്ടെ. അവിടെ വളരുന്ന ആടുകൾ ദൈവാലയത്തിലെ യാഗത്തിന് ഉപകരിക്കും. അങ്ങനെ അവർ തീരുമാനമെടുക്കുകയും അങ്ങനെ ദൈവാലയത്തിലെ യാഗത്തിനായുള്ള ആടുകളെ വളർത്താനായി മാറ്റിവെച്ചിരുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ നഗരത്തിന് പുറത്തുള്ള പുൽപ്പുറങ്ങളിൽ ഒന്നായിരുന്നു ബേത്ലഹേം പട്ടണത്തിന് പുറത്തുള്ള പുൽപ്പുറങ്ങൾ. നോക്കണേ, ആ പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഇടയന്മാരാണ് ആടുകളെ വളർത്തിയിരുന്നത്. ആ ഇടയന്മാർ മിട്ടുമിട്ടുക്കന്മാരായ ഇടയന്മാരാ. ഒരാട് പ്രസവിച്ചാൽ അവരാദ്യം ചെന്ന് ആ പ്രസവിച്ചു വീണ കുട്ടി യാഗത്തിന് യോഗ്യതയുള്ളതാണോ, വല്ല ഊനവുമുണ്ടോ എന്ന് നോക്കും. 2 ചെവിയുമുണ്ടോ, 2 കണ്ണുമുണ്ടോ, 4 കാലിന് മുടത്തൊന്നും ഇല്ലല്ലോ, എല്ലാം ഉറപ്പ് വരുത്തും. യാഗത്തിന് യോഗ്യതയുള്ള ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയാണെന്ന് അവർ ഉറപ്പുവരുത്തും. ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ അതിനുശേഷമേ ആ ആടിനെയും കുട്ടിയെ ആ പുൽപ്പുറത്ത് വളർത്തുള്ളൂ. ഇവിടെ സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ട് നോക്കണേ, ഈ ഇടയന്മാരാണ് ദൈവാലയത്തിലെ യാഗത്തിനുള്ള ആടുകൾ പ്രസവിച്ചാൽ ഉടനെ, അല്ലെങ്കിൽ ജനിച്ചു വീണാൽ ഉടനെ ആ ആടുകൾ, ആ ജനിച്ചു വീണ ആട്ടിൻകുട്ടി യാഗത്തിന് യോഗ്യതയുള്ളതാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് നിയമിക്കപ്പെട്ട വിദഗ്ധന്മാരായ ഇടയന്മാരാണിവർ. ഈ ഇടയന്മാർക്കാണ് ദൂതന്മാർ പ്രത്യക്ഷനായി പറഞ്ഞത്, നിങ്ങൾ ചെല്ലാൻ. ഈ ഇടയന്മാരാണ് വ്യക്തപ്പെട്ട് ബേത്ലഹേമോളം ചെന്നു പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ടപ്പോൾ വീണവനെ നമസ്കരിച്ചു. സ്തോത്രം. അവൻ അത്ര യോഗ്യനാണ്. സ്തോത്രം. അവിടെ യാഗത്തിനുള്ള ഒരുക്കം തുടങ്ങിയതാണ്. മൃഗശാലയിൽ വന്ന് പിറന്നു. ഈ ഇടയന്മാർ പരിശോധിച്ച് അവന്റെ യോഗ്യത അംഗീകരിച്ചു. അവിടെ യാഗത്തിലുള്ള ഒരുക്കം തുടങ്ങിയതാണ്. കർത്താവ് തന്റെ ശുശ്രൂഷ കാലയളവിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ശ്രദ്ധിക്കണേ, സ്തോത്രം, താൻ മരിക്കാൻ വന്നതാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നതെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. കർത്താവ് യാഗമൃഗമായി മരിക്കാനാണ് ഇവിടെ വന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെ ആടുകളെ വളർത്താനായി ഇവരിങ്ങനെ ഇടയന്മാരെ നിയമിച്ച. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നോക്കണേ, ഇത് വലിയ ബിസിനസ്സായി ഈ ആടുകളെ വളർത്ത്.
ഇഷ്ടംപോലെ ആടുകൾ. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരു ആടിനെ കൊണ്ടുവന്നാൽ ആ ആടിനെ ഇവിടെ യാഗത്തിന് സ്വീകരിക്കില്ല. ഈ പുൽപ്പുറത്ത് വളരുന്ന ആടുകളെ, അതുകൊണ്ടാണ് കർത്താവ് ആടുകളെയും കാളുകളെയും ഒക്കെ അടിച്ച് പുറത്താക്കിയത്. ദൈവാലയത്തിലെ പ്രാന്തങ്ങളിൽ കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരുന്നത്. അടിച്ച് പുറത്താക്കിയിട്ട് വന്നത് അതാ. പിൽക്കാലത്ത് അത് വലിയ ബിസിനസ്സായി. അങ്ങോട്ട് പോകണില്ല, നേരെ പോകുമല്ലോ. സ്തോത്രം. മടങ്ങി വന്നോട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ മുതലേ കർത്താവ് സ്തോത്രം യാഗത്തിൽ ഒരുങ്ങിയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലൂക്കോസിന് സുവിശേഷം 12-50 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. സ്തോത്രം. ഞെരുങ്ങുന്നു, ഞരങ്ങുന്നു എന്നല്ല, ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സ്നാനം ക്രൂശീകരണമാണ് കേട്ടോ. യോഹന്നാന്റെ കൈക്കീഴിലെ സ്നാനം കഴിഞ്ഞതല്ലേ. സ്തോത്രം. അത് ക്രൂശീകരണമാണ്. ക്രൂശീകരണത്തിനാണ് സ്നാനമെന്ന കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആ സ്നാനം കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ക്രൂശിന്റെ ഭാരം എന്റെ കർത്താവിന്റെ ഹൃദയത്തിന്മേൽ ഉണ്ടായിരുന്നു. ക്രൂശിന്റെ ഭാരം അവന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ മരിക്കാനായി വന്ന കർത്താവ് ആ മരണത്തിന്റെ ആ അവസാന നിമിഷം വന്നപ്പോൾ മരണത്തിൽ രക്ഷപ്പെടാൻ കിടന്ന് നിലവിളിക്കുവോ? ഇല്ല. മരണം മാറിപ്പോകാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. പിന്നെയോ ഒരു യാഗമൃഗത്തെ യാഗം കഴിക്കുന്നതിന് മുമ്പ് ആ യാഗം കഴിക്കുവാൻ മൃഗത്തെ കൊണ്ടുവന്ന അപരാധി, തെറ്റുകാരൻ, ആ യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച തന്റെ പാപങ്ങൾ ഏറ്റുപറയും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ സ്തോത്രം നോക്കണേ, പുരോഹിതൻ അതിനെ അറുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ അപരാധം ചെയ്ത അപരാധി അനുതാപിയായി അനുതാപത്തോടെ 2 കൈകളും മാറത്ത് പിണച്ചു വെച്ച് തല കുനിച്ച് അവിടെ നോക്കി നിൽക്കും. എന്റെ പാപം ചുമന്നു കൊണ്ടുപോകുന്നു. തലയെ കൈവച്ച് അത് ഏറ്റുപറഞ്ഞപ്പോൾ ആ പാപം മുഴുവൻ അതിനെ ചുമത്തി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് യോഹന്നാൻ സാമൻ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗതസമനയിൽ സ്തോത്രം ആ പാപത്തിന്റെ കുറ്റം മുഴുവൻ എന്റെ പൊന്നു കർത്താവിന്റെ മേൽ ചുമത്തുന്ന രംഗമാണ്. ആ ചുമത്തുന്ന രംഗം വന്നപ്പോൾ, സ്തോത്രം, പാപം ഏറ്റെടുക്കുന്ന രംഗം വന്നപ്പോൾ പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ. മത്തായി 26:42. രണ്ടാമതും അത് തന്നെ പ്രാർത്ഥിച്ചു. മൂന്നാമതും അത് തന്നെ പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടെ എഴുതിക്കുക, ശ്രദ്ധിച്ചേ. പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ. എന്താ ഈ അത്? പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയും, ആദാമ്യകുലത്തിന്റെ പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയും നീങ്ങിപ്പോകണമെങ്കിൽ, പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ ചുമന്നേ മതിയാകുള്ളൂ എങ്കിൽ ഞാൻ റെഡി. 3 പ്രാവശ്യം അത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പാപപരിഹാരത്തിന് വേറൊരു വഴിയുമില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കേണ്ടതിനായിരുന്നു കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, ആ ചോദ്യം ചോദിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേറൊരു വഴിയും പാപപരിഹാരത്തിനില്ലെന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ. അതാണ് പൗരസ്ത്യ സംസ്കാരത്തിൽ ഏതൊരു പ്രധാന കാര്യവും ഔപചാരികമായി ഉറപ്പിക്കുന്നതിന് മുമ്പ് ആവർത്തിച്ച് ചോദിക്കുന്ന രീതിയുണ്ട്. നമ്മുടെ കല്യാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എത്ര കടമ്പ കഴിഞ്ഞാണ് മണവാള് മണവാട്ടി രംഗത്ത് വരുന്നത്, കല്യാണ പന്തലിൽ കല്യാണ വേദിയിൽ വരുന്നത്. കല്യാണ വേദിയിൽ വന്ന് 2 പ്രാവശ്യമാണ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാലും ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകൻ വന്നിട്ട് ഗൗരവത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന പറയും. എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പിന്നെയും ചോദിക്കും, സമ്മതമാണോ എന്ന് ചോദിക്കും. കാരണം മരണം കൊണ്ട് മാത്രം നീങ്ങാൻ ഇടയുള്ള, മരണം വരെ നിലനിൽക്കേണ്ട, മാറ്റപ്പെടാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്ക് അവർ കടക്കുക. ആ ബന്ധത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവസാനമായി ഒന്നും കൂടെ ചോദിക്കുക. പല ചൂടന്മാരും പിള്ളേരുമാണ്, എന്റെ പൊന്നു ഭാഷ എന്നെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യിക്കില്ല. പക്ഷെ ആരും ചോദിക്കില്ല, കാരണം അതിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ഗതസമനയിലെ രംഗം അതിലും ഗൗരവമാണ്. ആദാമ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേറൊരു വഴിയുമില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കേണ്ടതിനാണ് കർത്താവ് സ്തോത്രം ആ ചോദ്യം ചോദിച്ചത്. കാര്യം മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാ മനുഷ്യൻ പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നിർത്തടോ. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയാം, ഒന്ന് നിർത്തടോ, ഒന്ന് നിർത്ത. എന്നാ ഈ പറയണേ,
വേറൊരുത്തരെ കോരയ്ക്ക് കൊടുത്ത എനിക്കൊരു സ്വർഗം വേണ്ട. ഞാൻ അഭിമാനമുള്ളവനാ, ഞാൻ ആത്മാഭിമാനമുള്ളവനാ. വേറൊരുത്തരെ കൊലയ്ക്ക് കൊടുത്തേച്ച് എനിക്കൊരു സ്വർഗം വേണ്ട. എന്റെ പാപം വേർത്തിട്ട് വേണ്ടതേ, ആരോ വന്നോട്ട് ഞാൻ സഹിച്ചോളാം. ഇതാ മനുഷ്യന്റെ സ്വഭാവം. അഹങ്കാരിയ, ധിക്കാരി. യു മൈൻഡ് യുവർ ബിസിനസ്, ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഞാൻ എന്റെ കാര്യം നോക്കാം, നീ എന്റെ കാര്യം നോക്കും. ഇതല്ലേ? അല്ലേ 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 അല്ലേ. സ്തോത്രം. ഈ മനോഭാവമുള്ള മനുഷ്യന് സ്തോത്രം. മനുഷ്യൻ പറയും, നീ ആയിരിക്കണം, ഞാൻ ചത്തോളായിരുന്നല്ലോ, ക്രൂശിക്കപ്പെടണം, ഞാൻ ക്രൂശിക്കപ്പെട്ടോളായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യന്റെ യാതൊരു കർമ്മവും മതിയായതല്ല. ക്രൂശിക്കപ്പെടാൻ തയ്യാറായാലും ക്രൂശീകരണം കൊണ്ട് പോലും ഒക്കെയല്ല കാര്യം. അവൻ പാപത്തിലല്ലേ മരിക്കുന്നത്, അവൻ പാപത്തിൽ മരിക്കുക. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. ആ പാപം ഏറ്റെടുക്കുന്ന രംഗം വന്നപ്പോൾ പാപത്തെ കണ്ടുകൂടാതെ സ്വച്ഛ കണ്ണുള്ള ദൈവകുമാരനും സ്തോത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥന. പ്രിയപ്പെട്ടവര്, വേറൊരു വഴിയുമില്ല മോനെ, നീ എടുക്ക, അതിനല്ലേ നിന്നെ അയച്ചത്. സ്തോത്രം. എന്റെ നീചപാപത്തിന്റെ വിഴുപ്പമാണ്. ആദാമ്യവർഗത്തിന്റെ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ പാപത്തിന്റെ നികൃഷ്ടമായ കുറ്റം. അയ്യോ, മനുഷ്യൻ ചെയ്തു കൂടിയ ആ നികൃഷ്ടമായ പാപഭാണ്ഡം, അതിന്റെ കുറ്റം മുഴുവൻ പാപത്തെ കണ്ടുകൂടാതെ സ്വച്ഛ കണ്ടുള്ളവനായ ദൈവപുത്രൻ തന്റെ മേലെ ഏറ്റെടുത്തു. ഓ സമയത്തിന്റെ ഗൗരവ നിമിത്തം അവന് രക്തസമ്മർദ്ദം വർദ്ധിച്ചു. രക്തധമനികളിലൂടെ പ്രവഹിക്കുന്ന രക്തത്തിന്റെ സമ്മർദ്ദം വർദ്ധിച്ച് രക്തം കിനിഞ്ഞിറങ്ങി, രോമകൂപങ്ങളിലൂടെ രക്തം കിനിഞ്ഞിറങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു മൺപാത്രത്തിൽ വെള്ളം വെച്ചിരുന്നാൽ ആ മൺപാത്രത്തിലൂടി വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് പോലെ എന്റെ പ്രാണപ്രിയന്റെ രോമകൂപങ്ങളിലൂടെ രക്തം കിനിഞ്ഞിറങ്ങി വിയർപ്പ് തുള്ളിയോടുകൂടെ കൂടിച്ചേർന്ന് രക്തത്തുള്ളിയായി താഴെ വീണു. അവിടെ സ്തോത്രം പെട്ടെന്ന് എന്റെ കർത്താവ് ഹൃദയം പൊട്ടി മരിക്കാമായിരുന്നു. അതാ കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണം പേടിച്ചിട്ടല്ല, നികൃഷ്ടമാണ്. ശിക്ഷ സഹിക്കുന്നതിനെ ശിക്ഷ സഹിക്കുന്നതല്ല, കുറ്റം ചുമക്കുന്നതാണ് കൂടുതൽ കഠിനം. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? സ്തോത്രം. അതാണ് ഗെത്സമനയിലെ രംഗമാണ് കാൽവരിയേക്കാൾ 10,000 മടങ്ങ് അധികം ഭീകരമായിരുന്നത്. പെട്ടെന്ന് അവന് മരണം സംഭവിക്കാതിരിക്കേണ്ടതിന് ഒരു ദൂതനെ, വിശേഷാൽ ഒരു ദൂതനെ അവനെ ബലപ്പെടുത്തുവാൻ നിയോഗിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. ദാനിയേൽ പരീക്ഷീണനായപ്പോൾ അവനെ ബലപ്പെടുത്തുവാൻ ഒരു ദൂതനെ നിയോഗിച്ചു. ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് ബലപ്പെടുത്തുന്ന ദൂതനെ ദാനിയേലിനെ ബലപ്പെടുത്താൻ നിയമിച്ചു. ആ ദൂതനെ തന്നെയായിരിക്കാം പുത്രനെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിയമിച്ചു. ദാനിയേലിന്റെ കാര്യത്തിൽ ആ ദൂതനെ ദൈവം പരിശീലനം കൊടുക്കുമായിരുന്നു ഞാനങ്ങ് വിശ്വസിക്കുക. സ്വർഗത്തിൽ ചിലപ്പോൾ എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, ഹല്ലേലൂയ. ബലപ്പെട്ടിരിക്കുക, അവനെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്നുണ്ടാകാൻ മരണത്തിന്റെ ആ രംഗത്തിന് ശേഷം അവൻ അട്രോഫ്യനായിരുന്നു. കാര്യം കുറ്റമേക്കുന്നതാണ് ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങധികം 10,000 മടങ്ങധികം കഠിനമായത്. സ്തോത്രം. നിങ്ങൾ സമ്മതിക്കുമെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരാം. സ്തോത്രം. എന്റെ പൊന്നു നടന്ന സംഭവങ്ങൾ പറഞ്ഞാൽ സ്തോത്രം നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കുറ്റം ചുമക്കുന്നതാണ് കൂടുതൽ കഠിനം. സ്തോത്രം. മറ്റൊരുവന് പകരം യാഗമാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ സഹോദരൻ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ജയിലിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞ ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിൽ ഒരിക്കൽ സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പോൾ ഒരു ഏകാന്ത തടവിൽ ജീവപര്യന്തം കഠിന തടവിൽ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരുവനെ കണ്ടു. സ്തോത്രം. അവനോട് വ്യക്തിപരമായി അവനോട് സംസാരിക്കാൻ ജയിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവനോട് സംസാരിക്കാൻ അവൻ പറഞ്ഞു. അവൻ അടുത്ത ഇടയായിട്ട് അവൻ ഭയങ്കര അക്രമാസക്തനാ പോലും, അവന് അനിയന്ത്രിതമായി പെരുമാറുന്നത് പോലും. അതുകൊണ്ടാണ് അവനോട് സംസാരിക്കാൻ പറഞ്ഞ്,
പല പ്രാവശ്യം ഈ ദേവദാസൻ സംസാരിച്ചു വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ മനസ്സ് തുറന്നപ്പോ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ മേല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനാ, പാർട്ടിയുടെ വിപ്ലവീര്യം മനസ്സിൽ കയറ്റി ചങ്കിലേറ്റിക്കൊണ്ട് നടക്കുന്ന കാലം അവരുടെ അടുത്ത മന്ത്രിസ്ഥാനത്തിന് യോഗ്യനെന്ന് പാർട്ടി നിയമിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടയാൾ നിന്ദ്യമായ ഒരു വലിയ മഹാ തെമ്മാടിത്തരത്തിൽ പിടിക്കപ്പെട്ടു. നികൃഷ്ടമായ, അയ്യോ, അവനായിരുന്നല്ലോ നമ്മുടെ പ്രതീക്ഷ. അവൻ ഇത്ര നീചമായ ഒരു കാര്യത്തിൽ പിടിക്കപ്പെട്ടോ, അവനകത്തു പോവല്ലോ. എന്തു വേണം? ലോക്കൽ കമ്മിറ്റി കൂടി, ഡിസ്ട്രിക്ട് കമ്മിറ്റി കൂടിയിട്ട് അവസാനം ഇവനെ കണ്ടു. അവൻ അത്ര പാർട്ടിക്ക് വേണ്ടി ചാകാൻ നടക്കുന്നവനാണ്. എടാ, നീ കുറ്റം കേൾക്കാവോ? നീ കുറ്റവേക്കണം. പാർട്ടി നിന്റെ കാര്യം നോക്കും. മാസം 10,000 രൂപ നിന്റെ വീട്ടിലെത്തിച്ചേരും. അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കും നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം. നിന്നെ ഈശോയുടെ പുറത്തിടാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവനിൽ വീര്യം കയറ്റി, ഇവനെ ജാട് കയറ്റി അവൻ കുറ്റം ഏറ്റു. യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു, കുറ്റവാളി മോചിതനായി. കാര്യം അവർക്ക് പ്രതീക്ഷയുള്ള ആളാ, വലിയ പ്രമാണിയ. ഇവൻ കുറ്റക്കാരനായി. അവൻ പറഞ്ഞത് ആദ്യത്തെ 4 മാസം ഇവൻ അകത്തായി. ആദ്യത്തെ 4 മാസം 10,000 രൂപ വീതം വീട്ടിൽ കൊടുത്തു. പിന്നെ മറന്നു. പിന്നെ 10,000 മാറ്റി 5,000 ആക്കി. പിന്നെ 5,000 വീതം കുറച്ചാളോട് കൊടുത്തു. പിന്നെ അതും പോയി. ഇവനകത്ത്, മറ്റവൻ പ്രമാണിയായി പുറത്ത്. അയ്യോ പറഞ്ഞ, എന്റെ ജീവിതം അവന്റെ ജീവിതത്തിന് പകരം ബലി കൊടുത്തു പോയല്ലോ. അയ്യോ, വേറൊരുത്തന്റെ കുറ്റം ഞാൻ ചുമന്നല്ലോ. അതെനിക്ക് സഹിക്കാൻ മേല. ഇപ്പോഴാ എനിക്ക് വെളിവുണ്ടാകും. അതുകൊണ്ട് ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? വേറൊരുത്തന്റെ കുറ്റം വെക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചുകാര്യമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപത്തിന്റെ കുറ്റം ചുമന്നുകൊണ്ട് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ അത് മുഴുവനും കാൽവറിയിൽ സഹിച്ചു. അത് ഗെത്സമനിൽ തികച്ചും അവൻ എന്താണ് പറയുന്നത്, മരണവേദന പോലെ അതിദുഃഖിതമായ അവസ്ഥയിലായിരുന്നെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞ് അക്ഷോഭ്യനായിരുന്നു. പോകുന്ന വഴിക്ക് കർത്താവിനെ കണ്ട് കരഞ്ഞ സ്ത്രീയോട് പറയാ, യെരൂശലേം പുത്രിമാർ, നിങ്ങൾ എന്നെ ചൊല്ലി എന്തിനാ കരയുന്നത്? നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരാം. അവനെ ഒരു നികൃഷ്ടനായ കൊലപാതകയെ പോലെ, 2 കൊടിയ കള്ളന്മാരെന്നുള്ള അതിനേക്കാൾ വലിയൊരു കള്ളനെ പോലെ അവനെ ക്രൂശിക്കുമ്പോൾ അവർക്ക് വേണ്ടി, പിതാവേ, ഇവർ ചെയ്യുന്നതിന് ഇന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. നോക്കണേ, എത്ര അക്ഷോഭ്യനായിരുന്നു, ശാന്തനായിരുന്നു. പ്രീതി മക്കളെ, സ്തോത്രം. അതെ, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്റെ നിങ്ങളെ പാപത്തിന്റെ കുറ്റമേറ്റു എന്നുള്ളതാണ് നാം ദൈവത്തോട് ഏറ്റവും അധികം നന്ദിയുള്ളവരായിരിക്കേണ്ടത്. ആർക്കെങ്കിലും ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. സ്തോത്ര. കാൽവറിയിൽ ക്രൂശിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ നികൃഷ്ട പാപത്തിന്റെ കുറ്റം എന്റെ കർത്താവ് ഏറ്റെടുത്തു എന്നുള്ളതിലായിരിക്കണം. ആ പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പകരം കാൽവരി യാഗമായാണ് അതിന് പരിഹാരം വരുത്തി. പാപത്തിന് പരിഹാരം വരുത്തി. അല്ലാതെ സഹോദരങ്ങളെ, നമ്മുടെ പാപം എഴുതിത്തള്ളുകയായിരുന്നില്ല. നമ്മുടെ പാപം മീൻസ് ന്യായീകരിക്കുകയായിരുന്നില്ല. നമ്മുടെ പാപം, ഗോഡ് ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ അവേ അവർ സിൻസ്. നമ്മുടെ പാപത്തിന്റെ മുഴുവൻ കുറ്റവും പുത്രന്റെ മേൽ ചുമത്തി നമ്മുടെ മുഴുവൻ ശിക്ഷയും അവൻ സഹിച്ച് നമ്മളെ മോചിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രക്ഷയുടെ 1-ാം ഘട്ടത്തെ നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം, അതാണ് രക്ഷയുടെ 1-ാം ഘട്ടത്തെ വിശദീകരിക്കുക. 1-ാം ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്ത വിധം വ്യക്തമാക്കാനായി സ്തോത്രം 7 പ്രയോഗങ്ങളുണ്ട്. 7 പ്രയോഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. രക്ഷയുടെ 1-ാം ഘട്ടത്തിൽ പാപം ക്ഷമിച്ചു എന്നല്ല പറയുന്നത്. ദൈവം നമ്മുടെ പാപം 1-ാം ഘട്ടത്തിൽ ക്ഷമിക്കുകയല്ല. പാപക്ഷമ രക്ഷയുടെ 2-ാം ഘട്ടത്തിലാണ്. രക്ഷയുടെ 2-ാം ഘട്ടത്തിലാണ് പാപക്ഷമ. കർത്താവ് എന്ന് വെച്ചാൽ വിശുദ്ധീകരണം എന്ന ഭാഗത്ത് നമുക്കത് കൂടുതൽ ചിന്തിക്കാം. സ്തോത്രം. 1-ാം ഘട്ടത്തിൽ
7 പ്രയോഗങ്ങളാണ്. ദൈവം നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്ത വിധം വിശദീകരിക്കാൻ 7 പ്രയോഗങ്ങളുണ്ട്. 1, പാപമോചനം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-ാമത്തെ വാക്യം, 5-ാം അധ്യായം 31-ാമത്തെ വാക്യം, 13-ാം അധ്യായം 32-ാം വാക്യം തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. പാപമോചനം. 2, പാപത്തിന് പരിഹാരം. എബ്രായലേഖനം 9-ാം അധ്യായം 26-ാം വാക്യം, പാപത്തിന് സ്വന്തം പാപത്തിന് പരിഹാരം വരുത്തി. 3-ാമത്തെ പ്രയോഗം പ്രായശ്ചിത്തം വരുത്തി. സ്തോത്രം. പ്രായശ്ചിത്തം വരുത്തി. എബ്രായർ 2:17, 1 യോഹന്നാൻ 2:2, 1 യോഹന്നാൻ 4:10. സ്തോത്രം. 1 യോഹന്നാൻ 2:2 നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഇതിന് മാത്രമല്ല സകല ലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി. സ്തോത്രം. പ്രായശ്ചിത്തം വരും. അപ്പൊ നോക്കണം, പാപമോചനം, പാപപരിഹാരം, പാപത്തിന് പ്രായശ്ചിത്തം. 3, പാപത്തിന് നീക്കുപോക്ക്, പാപം പോക്കി. സ്തോത്രം. 1 യോഹന്നാൻ 1:7, 1 യോഹന്നാൻ 1:7 പാപം പോക്കി. വെളിപ്പാട് 1:6 പാപം പോക്കി, പാപത്തിന് നീക്കുപോക്കുണ്ടാക്കി, ആ പ്രശ്നം കൈകാര്യം ചെയ്ത് പരിഹരിച്ചു. സ്തോത്രം. അടുത്തത് പാപം മായിച്ചു. പാപം മായിച്ചു. തന്റെ രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ രേഖ മായിച്ചു. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, പ്രവൃത്തി 3:19. പാപം മായിച്ചു കളഞ്ഞു. സ്തോത്രം. ഇനി പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുക്കുന്നു. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോയ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വില കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുക. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന്, വെള്ളി, മുതല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നമ്മളെ വീണ്ടെടുത്തിരിക്കുക. പ്രിയപ്പെട്ട, അതിനെക്കുറിച്ച് ചിലർ ചോദിക്കാറുണ്ട്, വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങിയെന്ന് വീണ്ടെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിശാചിന്റെ അടിമത്വത്തിലായിരുന്നല്ലോ. പാപത്തിൽ അകപ്പെട്ട് പിശാചിന്റെ അടിമത്വത്തിലായിരുന്നു. പിശാചിന്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ നമ്മളെ വില കൊടുത്തെങ്കിൽ ആ വില, യേശു തന്റെ രക്തം വിലയായി കൊടുത്തെങ്കിൽ ആ വില കൈപ്പറ്റിയത് പിശാചാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുവരെ ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം പുഴ പോലെ ഒഴുകിയിട്ട് പിശാച് ആ രക്തം എല്ലാം കുടിച്ച് വേണ്ട, പോരാ 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 പോരാ, മനുഷ്യരുടേത് പോരാ. അവസാനം കർത്താവിന്റെ പരിശുദ്ധ രക്തം അങ്ങോട്ട് ഒഴുകിയ അങ്ങനെ പിശാചിനെ തൃപ്തിപ്പെടുത്തി കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. അങ്ങനെ അല്ല സൗകര്യങ്ങളെ. തിയറി പറഞ്ഞാൽ ഒത്തിരി പറയണം. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പോലെ പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം എളുപ്പം പറയാൻ ഒക്കുന്നതുകൊണ്ട് പറയാം കേട്ടോ. ഇത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി കൊണ്ടുവന്നുകൊണ്ട് KCBയുടെ ഒരു ട്രാൻസ്ഫോമർ കൊണ്ടിട്ട് ഇടിച്ച് ഒരു അപകടം വരുത്തിയെന്ന് വിചാരിക്കട്ടെ. ഏതായാലും സപ്ലൈ ഇല്ല, അങ്ങോട്ട് തീ പിടിച്ചില്ല. ഏതായാലും വലിയ അപകടം വരുത്തി. ഇലക്ട്രിസിറ്റി ബോർഡ് എനിക്കെതിരെ നടപടിയെടുത്ത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. കേസായി. 10 ലക്ഷം രൂപ എവിടെ കൊടുക്കാൻ? ഞാൻ അകത്തായി. 10 ലക്ഷം രൂപ കൊടുക്കാനില്ല. ഞാൻ തുറുങ്കിലകപ്പെട്ട് കിടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ പേര് ഒരു കളക്ഷൻ എടുത്ത് ഉപദേശിച്ച് പുറത്തിറക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളക്ഷന് വേണ്ടി ഒരു അച്ചാൻ്റെ അടുത്ത് ചെന്നു. അച്ചാനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങള് ഇത് 3-ാമത്തെ ആളുടെ അടുത്താ വന്നേക്കുന്നത്. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഓ, എന്നാ ഒരു കാര്യം ചെയ്യും, അത് 10 ലക്ഷം. അച്ഛൻ ഒരു NRI അച്ഛനാന്നിരിക്കട്ടെ. അച്ഛാ, അത് ഞാൻ കളക്ഷൻ ഒന്ന് പിരിവൊന്നും നടക്കണ്ട. ആ 2 പേരുടേതും വേണേയും കൊടുത്തു, അല്ലെങ്കിൽ അത് വേണേ എക്സ്ട്രാ ആയിട്ടിരുന്നോട്ടെ, ഞാൻ ആ 10 ലക്ഷം രൂപ കൊടുത്തേക്കാം. അയ്യോ, അച്ഛൻ എത്ര കൊടുക്കും? ഞാൻ കൊടുത്തേക്കാം, കുഴപ്പമില്ല. അയാൾ ഇറങ്ങി സൂചന പറയട്ടെ. അച്ഛനെയും കൂട്ടിക്കൊണ്ട് ജയിലിനെ കാണാൻ വന്നപ്പോ അയ്യോ, അച്ഛൻ ഇത്ര ഔദാര്യം തോന്നുന്നല്ലോ, നന്ദി, സ്തോത്രം. അവർ പോയി ട്രഷറിയിൽ നിന്ന് ചെല്ലാൻ ഫോം വാങ്ങിച്ചു. ട്രിപ്ലിക്കേറ്റ് അത് ഫില്ലപ്പ് ചെയ്ത് മീൻസ് ട്രഷറി കൊണ്ടുവന്ന് അതിന് നമ്പർ ഇടിയിച്ചു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ അതിനകത്ത് ഒപ്പിട്ടു, ട്രിപ്ലിക്കേറ്റിൽ ഒപ്പിട്ടു. എന്നാൽ ട്രഷറി കൊണ്ടുവന്ന് ആ പർട്ടിക്കുലർ ഹെഡുണ്ട്, അക്കൗണ്ട്സ് ഹെഡുണ്ട്. ആ അക്കൗണ്ട്സ് ഹെഡിൽ അതെല്ലാം എൻട്രി ചെയ്തിട്ട് അതിന്റെ ഡോക്യുമെന്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് വന്നു. അച്ഛൻ ഈ 10 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് അക്കൗണ്ടിൽ അടച്ച് അതിന്റെ രസീത് കൊണ്ടുവന്നു.
രസീത് വക്കീൽ മുഖേന കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ 10 ലക്ഷം രൂപ കോടതിയിൽ അടച്ചതിന്റെ രസീത് ഹാജരാക്കിയപ്പോൾ കോടതിയിൽ ഇതൊക്കെ വന്നു, ഇത്ര നമ്പർ കേസിൽ ഇന്ന പോലെ 10 ലക്ഷം രൂപ വിധിച്ച ആ നഷ്ടപരിഹാരം പ്രതി ഒടുക്കിക്കഴിഞ്ഞതിനാൽ പ്രതിയെ മോചിപ്പിക്കാം. ഓ ശരി, നിയമം തൃപ്തമായി. അങ്ങനെ എന്റെ റിലീസ് ഓർഡർ വന്നു, എന്നെ സ്വതന്ത്രനാക്കി. എന്നെ അതുവരെ തടവിൽ പാർപ്പിച്ചിരുന്നത് ജയിലറാ. അവന് എനിക്ക് സർക്കാർ 300 രൂപയുടെ വക ഒരു ദിവസത്തെ എന്റെ ചെലവിൽ തരുന്നുണ്ട്. അവന് എനിക്ക് 4 ഗോതമ്പുണ്ടി തന്നത് എന്നെ ഇട്ട് കട്ടപ്പെടുത്തുകയായിരുന്നു. അവന്റെ വിഴുപ്പെല്ലാം ഞാൻ എന്നെ കൊണ്ട് കഴിയുകയും എന്നെ കട്ടപ്പെടുത്തുകയായിരുന്നു. എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും അവമാനിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അവന്റെ കസ്റ്റഡിയിലാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പണം ഒടുക്കിയപ്പോൾ ആ കാശ് കൈപ്പറ്റിയത് ജയിലറാണോ അതോ ജഡ്ജിയാണോ? അല്ല. പിന്നെ ഈ പണം കൈപ്പറ്റിയത് ആരാ? ഈ പണം കൈപ്പറ്റിയത് നമുക്കിങ്ങനെ പറയാം, ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയാണ്. ഏതൊരു നിയമത്തിന്റെ പേരിലാണോ ഞാൻ തുറുങ്കിലകപ്പെട്ടത്, ആ നിയമം തൃപ്തമായി, ആ നിയമത്തിന്റെ വ്യവസ്ഥ നിവർത്തിക്കപ്പെട്ടു. ആ നിയമവ്യവസ്ഥ നിവർത്തിക്കപ്പെട്ടപ്പോൾ ഞാൻ സ്വതന്ത്രനായി. ജയിലർക്ക് അതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല. ജയിലർക്ക് അതിനകത്തൊരു കാര്യമില്ല. ഇനി അവന്റെ അടിമത്വത്തിൽ ഞാൻ സ്വതന്ത്രനായിരിക്കുകയാണ്. സ്വരങ്ങളെ മനസ്സിലായല്ലോ. ഇതുപോലെ ഞാൻ പിശാചിന്റെ അടിമത്വത്തിൽ അകപ്പെട്ടു പോയെങ്കിലും ദൈവനീതിയാണ് എന്നെ അടിമത്വത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവനീതി പ്രകാരമാണ് ഞാൻ അടിമത്വത്തിലായത്. എന്നാൽ ആ ദൈവനീതി കണ്ണിനു പകരം കണ്ണ്, മുറിവിനു പകരം മുറിവ്, ജീവനു പകരം ജീവൻ എന്നുള്ള ആ വ്യവസ്ഥ നിവർത്തിക്കപ്പെട്ടപ്പോൾ എന്റെ മറുവിലയായി ആ രക്തം വിലയായി നൽകപ്പെട്ടപ്പോൾ ഞാൻ സ്വതന്ത്രനായി. കാരണം എനിക്കെതിരെയുള്ള നിയമം തൃപ്തമായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി. ഇങ്ങനെ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെടുകയാണ്. ഞാൻ വീണ്ടെടുക്കപ്പെടുകയാണ്. ഇനി 7-മത്തത്, യേശു ക്രിസ്തു എനിക്ക് പകരം മറുവിലയായി നിൽക്കുക, റാൻസമാകുക. അതാണ് മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർപ്പെടുന്ന ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നത്. മറുവിലയായി കൊടുക്കും. അതാണ് മർക്കോസ് 10:45 നമ്മൾ വായിക്കുന്നു. കർത്താവ് നമുക്ക് മറുവിലയാ. അപ്പൊ ഒരു വ്യക്തി, പാപിയായ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് അവന് പകരം മറുവിലയാകുക, കർത്താവ് അവന്റെ ഗ്യാരണ്ടറാകുക. കർത്താവ് അവന് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറുവിലയാവുകയാണ്, ഗ്യാരണ്ടറാവുകയാണ്. സ്തോത്രം. റാൻസം ആകുകയാണ്. ആ ഒരു വ്യക്തിയാണ് റാൻസം. രക്തം വിലയായി കൊടുത്തെന്ന് പറഞ്ഞാൽ ജീവൻ വിലയായി കൊടുത്തു എന്നാണ്. ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ മുഴു ജീവനും എന്റെ ജീവന് പകരം സ്തോത്രം സമർപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നത് വിശ്വസിക്കുക. സമയം പോയല്ലോ, പറഞ്ഞു തീർത്തില്ല. കർത്താവിന് ചോദിച്ചാൽ ബാക്കി ഞാൻ നാളെ പറയാം. അതെ, അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെടുകയാണ്. യേശു നിവർത്തിച്ച നീതി എന്റെ പേരിൽ കണക്കിടുകയാണ്. സ്തോത്രം. എന്റെ പാപത്തെ എഴുതി തള്ളുകയല്ല, എന്റെ പാപത്തെ ന്യായീകരിക്കുകയല്ല, എന്റെ പാപത്തിന് നേരെ ദൈവം കണ്ണടയ്ക്കുകയല്ല. ദൈവനീതി നിവർത്തിക്കപ്പെട്ട് ഞാൻ മോചിതനാവുകയാണ്. 7 പ്രയോഗങ്ങൾ മറക്കരുത്. പാപമോചനം, പാപത്തിന് പരിഹാരം, പാപത്തിന് പ്രായശ്ചിത്തം, പാപത്തിന് നീക്കുപോക്ക്, പാപം മായിച്ചു. പിന്നെ പാപം മറച്ചു ഇതുകൊണ്ട് കേട്ടോ. സ്തോത്രം. പാപത്തിന് വില കൊടുത്തു വീണ്ടെടുത്തു. സ്തോത്രം. പാപിക്ക് പകരം യേശു മറുവിലയായി നിൽക്കും. ഓ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവരി യാഗമായ സ്തോത്രം, നമുക്ക് മറുവിലയായി തീർന്ന സ്തോത്രം, നമുക്ക് പകരക്കാരനായി തീർന്ന, ഇന്നും അവൻ ജീവിക്കുന്നു, അവൻ ഉയർത്തതിന് ജീവിക്കുന്നു. സ്തോത്രം. നമ്മുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന. ഇന്നലെ പാസ്റ്റർ ആ വാക്യം വായിച്ചല്ലോ. കർത്താവ് വെച്ചാൽ ഞാൻ അതിന്റെ കൂടെ വിശദീകരിക്കാം. ആട്ടെ, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവന്റെ നീതിമാനായി അംഗീകരിച്ചിരിക്കുന്നു. എത്ര ഭാഗ്യമാണ്. സ്തോത്രം. കർത്താവ് സ്തോത്രം. ഈ ഭാഗ്യം അത് നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയും ആ നീതി മൂല്യമുള്ളതായി കണക്കാക്കി ആ നീതിയിൽ നിലനിൽക്കുവാൻ
നമുക്ക് ഉത്സാഹിക്കാം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്ദനം.